ചരിത്രം കുറിച്ച ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ കലോത്സവത്തിന് തിരശ്ശീല വീണു. രാജ്യത്ത് ഇതാദ്യമായാണ് ഒരു ഓപ്പൺ സർവകലാശാല കലോത്സവം സംഘടിപ്പിക്കുന്നത്. ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ നടക്കുന്ന ആദ്യ കലോത്സവം. അങ്ങനെയും ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ പ്രഥമ കലോത്സവത്തിന് പത്തരമാറ്റത്തിന്റെ തിളക്കം. കലോത്സവത്തിലെ കലാപ്രതിഭയാവാൻ വേണ്ടി 8 മത്സരത്തിൽ പേര് കൊടുത്തവനായി. പക്ഷേ അവിടെ പോയി കലാപ്രതിഭയുടെ ട്രോഫി എടുത്ത് ഫോട്ടോ പിടിച്ചിട്ട് വീട്ടിൽ പോയി. അതാണ് ഇപ്പൊ ചെയ്യുന്നത്. അല്ല, ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി നടത്തിയ കലോത്സവം എന്തുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവർക്ക് വലിയ ഒരു അനുഭവമായിരുന്നു. കാരണം പ്രായത്തിൻ്റെ അന്തരമുള്ള ഒരുപാട് പേർ ഈ കലോത്സവത്തിൽ പങ്കെടുക്കുകയാണ്. ഞങ്ങൾ ഉദ്ദേശിച്ചത് അത്രയേ ഉള്ളൂ. ഞങ്ങൾക്ക് കലോത്സവം ബന്ധപ്പെട്ട് യൂണിവേഴ്സിറ്റി നടത്തിയ ഈ വലിയ യജ്ഞം അത് അവരെ ഒന്ന് പറയാൻ കിട്ടുന്ന അവസരം ഇത് മാത്രമാണ്. അവരെക്കുറിച്ച് പറയണം, ജഡ്ജ്മെൻറ്റിൻ്റെ പോരായ്മ കൊണ്ട് അതിനെപ്പറ്റി പറയണം. പിന്നെ ഞങ്ങളെ പോലെയുള്ള പ്രായമുള്ളവരെ എല്ലാം ഈ കലോത്സവത്തിൽ കൊണ്ടുവന്നതിന് നന്ദി പറയണം. ഇത്രയൊക്കെ ഞങ്ങൾ ഉദ്ദേശിച്ചുള്ളൂ. അത് ഒരു സ്കിറ്റ് രൂപത്തിൽ പറയാനുള്ള അവസരം കിട്ടി. സാംസ്കാരിക നായകരുടെ നാമങ്ങളിൽ വിവിധ വേദികളിൽ പ്രായഭേദമന്യേ കലോത്സവം അക്ഷരാർത്ഥത്തിൽ മറ്റ് കലോത്സവങ്ങളുമായി മത്സരിച്ചു. കലോത്സവം വിവിധ ജില്ലകളിൽ നിന്നെത്തിയവർ ഏറ്റെടുത്തു. അവരുടെ ആനന്ദം കലോത്സവത്തിന്റെ ലോഗോയിലെ പട്ടങ്ങളെപ്പോലെ വാനോളം ഉയർന്നു. ഇത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു ചരിത്ര നിമിഷമാണ്. ആദ്യമായിട്ട് നടന്ന കലോത്സവത്തിൽ പങ്കെടുത്തവരുടെ സന്തോഷമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരുപക്ഷെ ഈ കലോത്സവത്തിൻ്റെ ഏറ്റവും വലിയൊരു ത്രില്ലായിട്ടും നമുക്ക് ഇതിനെയൊക്കെ കാണാം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.